ഹായ് എവരി വൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. 2021 എൻ്റെ ആദ്യത്തെ റെസിപ്പി ഒരു ബ്രഞ്ച് ഐറ്റമാണ്. അത് വളരെ ന്യൂട്രീഷ്യസും ഡെലീഷ്യസുമാണ്, ഉണ്ടാക്കാൻ അതുപോലെ എളുപ്പവുമാണ്. ഇനിയും അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് ബേക്കൺ ഒന്ന് വറുത്തെടുക്കുകയാണ്. അത് ഒരു ബ്രൗൺ ഗോൾഡൻ കളറിൽ വറുത്തെടുക്കണം. ഇത് 4 സ്ട്രിപ്പ് ഓഫ് ബേക്കൺ ഉണ്ട്. അത് ഞാൻ 1 ഇഞ്ച് കനത്തിലാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. ഇതിനി നന്നായിട്ട് നല്ല ക്രിസ്പായി വറുത്തെടുക്കണം. ഇതിപ്പോൾ നല്ല ക്രിസ്പിയും ബ്രൗണും ആയിട്ടുണ്ട്. ഞാനിത് കോരിയെടുക്കാൻ പോവുകയാണ്. 8 മിനിറ്റോളം എടുത്തു ഇത് വറുത്തെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ ഉള്ളി വഴറ്റിയെടുക്കുകയാണ്. ഇത് ഒരു വെള്ള മീഡിയം സൈസിലുള്ള സവോള ചെറിയ ക്യൂബായിട്ട് അരിഞ്ഞെടുത്തതാണ്. ഈ ബേക്കിംഗ് ഫാറ്റിൽ തന്നെയാണ് ഇത് വറുത്തെടുക്കുന്നത്. 2-3-4 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. സവോള ഒരു 3 മിനിറ്റോളം വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി മുറിച്ച് എടുത്തതാണിത്. ഞാൻ റെഡ് പൊട്ടറ്റോയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ തൊലിയും കളഞ്ഞിട്ടില്ല. ഇത് 4 മീഡിയം സൈസിലുള്ള റെഡ് പൊട്ടാറ്റോ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തതാണ്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. പൊട്ടാറ്റോ നല്ല ബ്രൗൺ ആക്കി എടുക്കണം. ഇതുപോലെ നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം, അടിക്ക് പിടിക്കാതിരിക്കാനായിട്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗാർലിക് പൗഡറാണ് ഞാൻ ഇടുന്നത്. ഗാർലിക് പൗഡർ ഇല്ലെങ്കിൽ ഫ്രഷ് ഗാർലിക്ക് അരിഞ്ഞിട്ടാലും മതി. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിച്ചത്, 1/2 ടീസ്പൂൺ കയാൻ പെപ്പർ ഇല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടി ഇട്ടാലും മതി. 1/2 ടീസ്പൂൺ പാപ്രിക്ക പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി എടുക്കണം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് ക്യാപ്സിക്കമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് 3 കളറിലുള്ളതാണ്. ഗ്രീനും ഓറഞ്ച് കളറിലുള്ളതും ചുമലയും ആണ്. നിങ്ങൾക്ക് ഒരേ കളറിലുള്ളതാണെന്ന് വരിലും കുഴപ്പമില്ല. ഇതിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ ഇറ്റാലിയൻ സീസണിങ്ങും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നിർബന്ധമില്ല, ഉണ്ടെന്ന് വരികിൽ മാത്രം ഉപയോഗിച്ചാൽ മതി. ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് ചെറിയ തീയിൽ മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം. ഈ പൊട്ടാറ്റോയ്ക്ക് സ്വല്പം വേവും കൂടെ ഉണ്ട്. ലോ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഒരു 5 മിനിറ്റെങ്കിലും ഇത് വേകാൻ സമയമെടുക്കും. ഇപ്പോൾ ഇതിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും വേണമെന്ന് വരികിൽ ചേർക്കാം. ഞാൻ ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. ഇനി ഇതിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കാനായിട്ട് ഇതുപോലെ 4 കുഴി നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഇതിലേക്ക് പയ്യെ നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനിയും ഫ്ലെയിം ലോയിലാക്കി ഒരു 5-6 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കണം. ഇപ്പോൾ മുട്ട വേഗം തുടങ്ങിയിട്ട് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇതുപോലെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്, അതായത് അതിൻ്റെ യോക്ക് അധികം വേഗാതെ എടുക്കണമെന്ന് വരികയിൽ ഇപ്പം നിങ്ങൾക്ക് സ്റ്റൗ ഓഫ് ആക്കാം. അഥവാ യോക്ക് സ്വല്പം കൂടെ വേകണമെന്നുണ്ടെന്ന് വരികയിൽ കുറച്ച് സമയം കൂടെ വെച്ച് വേവിച്ച് എടുക്കാം. ഞാനൊരു 2 മിനിറ്റും കൂടെ മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്.
ഈ യോക്ക് ഒരുമാതിരി വെന്തിട്ടുണ്ട്. എനിക്ക് ഈ പാകം മതി, അതുകൊണ്ട് ഞാൻ സ്റ്റൗ ഓഫാക്കുകയാണ്. ഞാൻ 7 മിനിറ്റോളമാണ് മുട്ട ചേർത്തതിൻ്റെ ശേഷം വേവിച്ചത്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ ബേക്കൺ ഉണ്ടാക്കി വെച്ചത് ഇതിൽ മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്തെടുക്കുകയാണ്. ബേക്കൺ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലേക്ക് സ്വല്പം ഗ്രീൻ ഒനിയനാണ് സ്പ്രിങ്കിൾ ചെയ്യുന്നത്. ഇപ്പോൾ ഇതെല്ലാം റെഡിയായി. ഇനിയും ചീസ് ഇഷ്ടമുള്ളവർക്ക് ഇതിൻ്റെ മുകളിൽ ചെഡർ ചീസ് സ്പ്രിങ്കിൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഞാൻ ഇത് ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ ഇതെല്ലാം റെഡിയായി. ഇനി ഇത് സ്വല്പം തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം.